വിഖ്യാത ഗായിക ആശാ ഭോസ്ലേക്ക് വിട. 92-ാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ലോക സംഗീതത്തിലെ വിസ്മയമാണ് വിടവാങ്ങിയിരിക്കുന്നത്. വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സജിത്ത്, എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കിക്കൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ ഭോസ്ലെയുടെ വിയോഗം അത് ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു വലിയ നഷ്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആശാ ഭോസ്ലെയുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ടായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ മുംബൈയിലെ ബീച്ച് ക്യാൻഡി ആശുപത്രിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അല്പസമയം മുമ്പാണ് കുടുംബാംഗങ്ങൾ മരണവിവരം ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിച്ചത്. അവരുടെ മകൻ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ശ്വാസകോശ അണുബാധയാണ് മരണകാരണമായി മാറിയത്. ഗുരുതരാവസ്ഥയിലായിരുന്നു പോയത്. ആശാ ഭോസ്ലെ ഓർത്തെടുക്കുമ്പോൾ നമുക്കറിയാം, ലതാ മങ്കേഷ്കറുടെ സഹോദരിയാണ് ആശാ ഭോസ്ലെ. അതേ ലതാ മങ്കേഷ്കർ സിനിമയിൽ സജീവമായതിനു ശേഷമാണ് ഇവർ പിന്നീട് സിനിമാ രംഗത്തേക്ക് വരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സിനിമയിൽ അവസരങ്ങളൊക്കെ കിട്ടാൻ ഏറെ പാടുപെട്ടിരുന്നു. പക്ഷേ പിന്നീട് സഹോദരിയെയും മറികടക്കുന്ന രീതിയിലേക്ക് സംഗീത രംഗത്തേക്ക്, പിന്നണി ഗാനരംഗത്തേക്ക് കുതിച്ചുയർന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. 1943 ആശാ ഭോസ്ലെയുടെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഹിന്ദിയിലെ പ്രശസ്ത സംഗീത സംവിധായകർക്കൊപ്പം ഉയരുന്ന ഒരു കലാജീവിതമാണ് അവർക്കുണ്ടായത്. 1933 മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീൻനാഥ് മങ്കേഷ്കറുടെ മകളായി ഒരു കുങ്കിണി കുടുംബത്തിൽ അവരുടെ ജനനം. പിന്നീട് മലയാളത്തിലടക്കം അവരുടെ സിനിമ സംഗീത രംഗത്തെ സംഭാവനകൾ നിരവധി ഉണ്ടായിട്ടുമുണ്ട്. ഇതിനകം തന്നെ 12,000-ലധികം ഗാനങ്ങളാണ് അവർ ആലപിച്ചിരിക്കുന്നത്. ആ തരത്തിൽ ആശാ ഭോസ്ലെയെ ഓർത്തെടുക്കാം. നമുക്കറിയാം, ആശാ ഭോസ്ലെയുടെ ഗാനങ്ങൾ ഇപ്പം ഹിന്ദിയിലെ ഗാനങ്ങൾ പോലും മലയാളികൾക്ക് പോലും ഏറെ സുപരിചിതമായ നിരവധി ഗാനങ്ങൾ ആശാ ഭോസ്ലെയുടെ ശബ്ദത്തിലൂടെ ആസ്വദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആശാ ഭോസ്ലെയുടെ വിയോഗം ആ തരത്തിൽ തന്നെ വലിയ നഷ്ടമായി മാറുന്നു എന്നതാണ് സാഹചര്യം. നിരവധി പുരസ്കാരങ്ങൾ, ദേശീയ അവാർഡ് പലതവണ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡടക്കം പലതവണ നേടിയിട്ടുള്ളതാണ്. ഒപ്പം 2000-ൽ ഇവർക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ബംഗാൾ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ബംഗാബി ഭൂഷൺ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ ആശാ ഭോസ്ലെയുടെ വിയോഗം എല്ലാ അർത്ഥത്തിലും വലിയ നഷ്ടമാണ്. അല്പസമയം മുമ്പാണ് വിയോഗ വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്. മുംബൈയിലെ ബീച്ച് ക്യാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യനില വഷളായി ചികിത്സയിലായിരുന്നു, അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അല്പസമയം മുമ്പാണ് അന്ത്യം സ്ഥിരീകരിക്കുന്നത്. തീർച്ചയായും നെഞ്ചിൽ അണുബാധയെ തുടർന്നാണ് ആശാ ഭോസ്ലെയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ മുതൽ തന്നെ അവരുടെ ആരോഗ്യത്തിനായി എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. കുടുംബവും അത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. 92-ാമത്തെ വയസ്സിലാണ് ആ വിടവാങ്ങൽ സംഭവിക്കുന്നത്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഏതാണ്ട് 20 ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം സജീവ് വാര്യർ കൂടി ചേരുകയാണ്. സജീവ് വാര്യർ, ഏതാണ്ട് 12,000-ലധികം ഗാനങ്ങൾ അവരുടെ ശബ്ദത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. ഗ്രാമിയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ ഇന്ത്യൻ ഗായിക എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ. ചേച്ചിയുടെ സഹോദരി ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന സമയത്താണ് അവർ പിന്നണി ഗാന രംഗത്തേക്ക് കൂടി കാലെടുത്ത് വെക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് നേട്ടങ്ങളുടെ തുടക്കമായി അത് മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ആശാ ഭോസ്ലെ ബാക്കി വെക്കുന്നത്? രേണുക 10-ാം വയസ്സിൽ സംഗീത ജീവിതം ആരംഭിച്ച ഒരു ഗായികയാണ്. അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. ഏറ്റവും മുതിർന്ന സഹോദരിയായിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള ലതാ മങ്കേഷ്കറുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ് ആശാ ഭോസ്ലെ. പക്ഷെ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണനയോ വേണ്ടി വന്നിട്ടില്ല ആശാ ഭോസ്ലെക്ക്. കാരണം അവർ അവരുടേതായ ശൈലി സ്വയം രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഗായികയാണ്. സ്വന്തമായ തീരുമാനങ്ങൾ സ്വയം എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 92-ാമത്തെ വയസ്സിലാണ്
അവർ അന്തരിക്കുന്നത്. 1933 അവരുടെ ജന്മം. 43 അവർ ആദ്യ ഗാനം ആലേഖനം ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ 10ാം വയസ്സിൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിലാണ് അവർ ഈ ഏറ്റവും ഔദ്യോഗികമായി ഗായിക എന്ന പ്ലേബാക്ക് സിംഗർ എന്ന നിലയിലേക്ക് വരുന്നത്. പിന്നീട് വിവിധ ഭാഷകളിലായി അവർ ഗാനങ്ങൾ ആലപിച്ചു. മലയാളത്തിലും ആലപിച്ചിട്ടുണ്ട്. R.D. ബർമൻ പിന്നെ ജീവിത പങ്കാളിയായി മാറിയപ്പോഴും അതൊന്നും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. അവരുടെ കഴിവ് തന്നെയായിരുന്നു പ്രധാനം. വിവിധ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അവർ ആ ഭാഷയുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പാടാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മലയാളത്തിലെ സ്വയംവര, ശുഭദിന തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ ഉണ്ട്. വളരെ ചുരുക്കം പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുള്ളൂ. എങ്കിൽ പോലും അതെല്ലാം തന്നെ അവർ മനോഹരമായി ആലപിച്ചു. ഹിന്ദിയിൽ ഒട്ടേറെ പാട്ടുകളുണ്ട്. 12,000-ൽ-അധികം പാട്ടുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഒരുപക്ഷെ കണക്കുകൾ കൃത്യമാകണമെന്നില്ല. എന്നാൽ പോലും 12,000-ന്-അപ്പുറം ഗാനങ്ങളുണ്ട്. ഭാഷകൾ വിവിധ ഭാഷകളാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അവർ ഗാനങ്ങൾ ആലപിച്ച് കഴിഞ്ഞിരുന്നു. അവരുടെ ഏറ്റവും പീക്കായിട്ടുള്ള ഏറ്റവും ഉയർന്ന രീതിയിൽ അവരുടെ പ്രശസ്തി വന്നിരുന്നത് ലേറ്റ്, അതായത് 60-കളും 70-കൾക്കും 80-കളുടെയും സമയത്താണ്. പിന്നീട് ഗാനങ്ങൾ കുറയുകയാണ് ഉണ്ടായത്. എങ്കിൽ പോലും അവരുടെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഇന്ത്യയിലെ ഗാനാസ്വാദകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. രേണുക, തീർച്ചയായും ലോകത്തെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിൻ്റെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പോലും സ്വന്തമാക്കിയിട്ടുള്ള ഗായികയാണ് ആശാ ഭോസ്ലെ. പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആശാ ഭോസ്ലെ ഇപ്പോൾ മടങ്ങുന്നത്. ഏതാണ്ട് 12,000-ഓളം ഗാനങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ഏതാണ്ട് 20 ഭാഷയിലധികം അവർ ഗാനങ്ങൾ ആലപിച്ചു. അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത ജീവിതമാണ് അവസാനിക്കുന്നത്. പ്രഗത്ഭരായ നിരവധി സംഗീത സംവിധായകർക്കൊപ്പം, അല്ലെങ്കിൽ എല്ലാ സംഗീത സംവിധായകർക്കുമൊപ്പം ഗാനം ആലപിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ കൂടി നമ്മൾ കാണണം. ഗ്രാമിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ഗായിക എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ടാണ് രാജ്യം ആദരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗായിക ഗായത്രി നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങളെയൊക്കെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ച് വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ആശാ ഭോസ്ലെ കഴിഞ്ഞ ദിവസം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലായപ്പോൾ മുതൽ തന്നെ വലിയ പ്രാർത്ഥനയിലും മറ്റുമായിരുന്നു ആരാധകർ എല്ലാം തന്നെ. എങ്ങനെയാണ് ഈ വാർത്ത ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കായി പോയി. കാരണം എന്താ വെച്ചാൽ ഒരു കണക്കിന് ആശാജി വളരെ ലക്കിയാണ്. കാരണം എന്താ വെച്ചാൽ ടുവേർഡ്സ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഹർ ലൈഫ് വരെ ആശാജി വളരെ ആക്റ്റീവ് ആയിരുന്നു. TV അപ്പിയറൻസസ്, ഈവൻ എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ലോഞ്ചിവിറ്റിയോടുകൂടി പാടിയ സിംഗേഴ്സ് വളരെ അപൂർവമാണ്. അതായത് 1 ഇയർ മുമ്പ് തന്നെ ആശാജി ലൈവ് നടത്തിയിരുന്നു. അതന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നമുക്കറിയാലോ, ഞങ്ങളെ പോലുള്ള സിംഗേഴ്സിന് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലേബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് ലതാജിയും ആശാജിയാണ്. അപ്പൊ ഇവര് ടൈമിനെ തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം, ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് സിംഗിങ്. ഈ ഒരു റെഫറൻസ് പോയിന്റ് ഇല്ലെങ്കിൽ ഇന്ത്യൻ ഫീമെയിൽ പ്ലേബാക്ക് ഇപ്പൊ ഉള്ളൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ലായിരുന്നു. അപ്പം അത് മാത്രമല്ല, ഇത്ര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗർ. നാട്യസംഗീത് തുടങ്ങി, ഗസൽസ് തുടങ്ങി, പ്ലേബാക്ക് തുടങ്ങി, ഭജൻസ് തുടങ്ങി, പെപ്പി സോങ്സ്, ഡിസ്കോ സോങ്സ് വരെ ഇത്ര അനായാസമായിട്ട് ജോൺറ മാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി അൺബിലീവബിൾ.